അല്ല, ഈ നിമിഷത്തിൽ പോലും പി കെ ശശി അദ്ദേഹം സി പി എമ്മിനകത്തെ ഒരാളാണ്. അദ്ദേഹം കെ ടി ഡി സിയുടെ ചെയർമാനാണ്. CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയോ മറ്റോ വഹിക്കുന്ന ആളാണ്. ആ നിലയിൽ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാവാണ്. എനിക്കിതിൽ അത്ഭുതം തോന്നുന്നത്, അങ്ങനെ സി പി എമ്മിനകത്ത് നിൽക്കുന്ന ഒരാളായിട്ട് പോലും സി പി എമ്മിൻ്റെ യുവ നേതാക്കൾ ഏതാണ്ട് തെരുവ് ഗുണ്ടകളുടെ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ കൈകാൽ വെട്ടും, ചിരട്ട തല്ലി ഒടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അവരോടാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഇതേപോലുള്ള മുദ്രാവാക്യം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് സി പി എമ്മിൻ്റെ സ്ഥിര മുദ്രാവാക്യമായിട്ട് ഇത് മാറുന്നുണ്ടല്ലോ. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നുള്ളത്. ഒരു ഭാഗത്ത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിനെ തള്ളി പറയുന്നുണ്ടെങ്കിലും അവരുടെ അണികളിപ്പോൾ രാഷ്ട്രീയ വിരോധമുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും നിരന്തരമായി തെരുവുകളിൽ അക്രമോത്സുകമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിവ് മുദ്രാവാക്യമായിട്ട് അത് മാറിയിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ അൻവറിനെതിരെ നമ്മൾ നിലമ്പൂരിൽ കേട്ടത്. അന്ന് അവിടെ പറഞ്ഞത് ചാലിയാർ പുഴയിൽ ഒഴുക്കുന്നായിരുന്നു. ഇവിടെ പി കെ ശശിയുടെ കാര്യം വന്നപ്പോൾ അത് കുന്തിപ്പുഴയിൽ ഒഴുക്കുമെന്ന് പറയുന്ന ഒരു ഭേദഗതി മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് മാധ്യമപ്രവർത്തകർ. അപ്പോൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ദാവൂദിനെതിരെ വണ്ടൂരിൽ നമ്മൾ കേട്ടത് ഇതേ മുദ്രാവാക്യമാണ്. അപ്പോൾ ആ മുദ്രാവാക്യത്തിലെ അക്രമോത്സുകതയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം സി പി എമ്മിനെ വെറുതെ പറയുന്ന പാർട്ടിയല്ല. സി പി എമ്മിനെ കൈ വെട്ടിയിട്ടുണ്ട്, കാല് വെട്ടിയിട്ടുണ്ട്, തല വെട്ടിയിട്ടുണ്ട്. ആ നിലയിൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു പാർട്ടി വീണ്ടും തെരുവുകളിൽ ആ നിലയിൽ മുദ്രാവാക്യം മുഴക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. നമ്മുടെ നിയമ സംവിധാനങ്ങൾ അതിൽ ഇടപെടണം. പക്ഷെ അതൊന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഈ ചോദ്യം ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കണം. എന്തുകൊണ്ടാണ് സ്വന്തം അണികളെ ഈ നിലയിൽ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്? തെരുവുകളെ കലാപകലുഷിതമാക്കാൻ സ്വന്തം പാർട്ടിയിലെ ആളുകൾക്കെതിരെ പോലും കൊലവിളി മുഴക്കാൻ കഴിയുന്ന തരത്തിൽ സി പി എമ്മിൻ്റെയും SFIയുടെയും DYFIയുടെയൊക്കെ യുവ നേതാക്കൾ തെരുവിലിറങ്ങുന്നത് അത് കേരളത്തിന് അനുവദിക്കാൻ പാടുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവിടെ ഞാൻ പറയുന്നത്, നേരത്തെ അൻവർ പാർട്ടി വിടുന്ന ഘട്ടത്തിലാണ് ആ നിലയിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിൽ പി കെ ശശി ഇപ്പോഴും CPM-കാരനായിട്ട് തുടരുമ്പോൾ പോലും സ്വന്തം അണികളിൽ നിന്ന് ആ നിലയിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയരുന്നു എന്നുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനെതിരായിട്ട് ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന്, സമാധാനകാംക്ഷികളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായി വരണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.